തീവ്രവാദ ഭീഷണികളെപ്പറ്റി പെൺകുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്ന കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കത്തോലിക്ക വൈദികൻ നൽകിയ മറുപടി വൈറലാകുന്നു. ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്, നന്നായി, ഇപ്പോൾ താങ്കൾ അത് പറയും, പറയാതിരിക്കാനാകില്ല. കക്കുകളി വിവാദമായപ്പോൾ അങ്ങേക്ക് മിണ്ടാട്ടമില്ലാതെ പോയത് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. താങ്കൾ അത് കേട്ട് കാണില്ല. 2 വർഷം മുമ്പ് ഈശോ സിനിമയെ വിമർശിച്ചവർ അതിന്റെ കണ്ടന്റ് അറിഞ്ഞാണോ വിമർശിക്കുന്നത് എന്നായിരുന്നല്ലോ ചോദ്യം. കണ്ടന്റ് നോക്കിയാണോ അതോ ഒരു പേര് കണ്ടിട്ടാണോ കേരളത്തിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടിയത് എന്ന് ചോദിക്കാൻ താങ്കളെപ്പോലുള്ള ആരെയും കഴിഞ്ഞ 13 വർഷമായി കേരളം കണ്ടില്ല എന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട്. ദി കേരള സ്റ്റോറി എന്ന സിനിമയിൽ IS-ൽ ചേർന്നവരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയിരിക്കുകയാണെന്ന താങ്കളുടെ വിമർശനം ഗംഭീരമായി. കേരളത്തിൽ നിന്ന് ഒരാളെങ്കിലും IS-ൽ ചേർന്നതായി താങ്കൾക്ക് അറിയാമായിരുന്നു. അത് തടയാൻ താങ്കളുടെ പാർട്ടി എന്തെങ്കിലും ചെയ്തോ, അതോ കണ്ണടച്ചോ? കേരള സ്റ്റോറി കേരളത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ അത് പ്രതിഷേധാർഹം തന്നെയാണ്. എന്നാൽ താങ്കളുടേത് ഒരു സെലക്റ്റീവ് വോട്ട് ബാങ്ക് പൊളിറ്റിക്കൽ മൂവ് അല്ല എന്ന് താങ്കൾക്ക് ഉറപ്പാണോ? കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ടു പോകാൻ ഈ സ്ട്രാറ്റജി തന്നെ മതിയാകുമോ എന്ന് അടുത്ത രാഷ്ട്രീയകാര്യ സമിതിയിലെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എന്ന ചോദ്യത്തോടെയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.